വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി ചാനൽ. സോ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. സോ ഒരുപാട് ദിവസമായി പുറത്തൊന്നും പോവാതെ, മീൻസ് അങ്ങനെയല്ല, പുറത്തൊക്കെ പോവാറുണ്ട്, ബട്ട് കറങ്ങാനൊന്നല്ല, നമ്മൾ പേഴ്സണൽ വർക്കിനെല്ലാം പോവാതെ ഇന്ന് ഒരുപാട് ദിവസങ്ങളായി. സോ ഇന്നൊന്ന് പ്ലാൻ ചെയ്തു എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ വീടൊന്നും ഇന്ന് കാണിക്കുന്നില്ല. സോ അവിടെ കുറച്ച് പണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനും ഉമ്മ കുട്ടികളെ സ്കൂളിലാക്കി. കുട്ടികൾ വരുന്ന മുമ്പായിട്ടൊന്ന് ഈ വീക്ക് എന്തായാലും ഇന്ന് ഈ വീക്ക് വർക്കൗട്ടൊന്നും പോകുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, സോ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് 4 മുതലാണ് നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാവും. അതുവരെ അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് നോക്കാം. വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, കുറച്ച് എനിക്ക് കൺഫ്യൂസ് ആവാറുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യുക. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ മലയാളം ഈ ഒരു വ്ളോഗ് തുടങ്ങിയിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരുടെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. സോ പോകുന്ന വഴി ഒന്ന് സ്ലിപ്പറൊക്കെ ഇട്ട് പോകുന്നുണ്ട്. സോ അംബ്രെല്ലാം പിടിക്കുന്നത് ഒന്ന് ലോക്കിഡാണ്. സത്യമായിട്ട് ഞാൻ കീ പറഞ്ഞിട്ടാണ് ഈ കോയിൻ എടുത്തിട്ടുള്ളത്. വെയിറ്റാണ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംബ്രല്ല ഭയങ്കര നല്ല വെയിലുള്ളത് കൊണ്ടാണ് അംബ്രല്ല ഒന്ന് എടുക്കുക. പോവാണ്. ഉമ്മ ബാക്കിൽ മെല്ലെ വരുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ടാവോ കേട്ടോ. ഇങ്ങനെ എല്ലാവരും സൗണ്ട് കൊടുത്തിട്ട് തന്നെ, വോയിസ് ഓവർ കൊടുത്തിട്ട് തന്നെ വീഡിയോ ആക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസാണ് ഇടുന്നത്. സോ എൻ്റെ മിനി വ്ളോഗൊക്കെ നിങ്ങൾക്ക് കാണാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ സൗദാസ് ഹാപ്പിനെസ് എന്നുള്ളൊരു കന്നഡ വ്ളോഗാണ് കേട്ടോ, അത് പോയിട്ട് കാണുക. സോ 2 ഇയേഴ്സായി ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട്. ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായി. സോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ മാംഗ്ലൂർ ആൻഡ് ബെൽത്തങ്ക റോഡിൻ്റെ മിഡിലാണ് കേട്ടോ ഉള്ളത്. അങ്ങോട്ട് പോയാൽ ചിക്ക്മാംഗ്ലൂർ റോഡ്, ഇങ്ങോട്ട് പോയാൽ മാംഗ്ലൂർ റോഡ്, അങ്ങനെയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ ബസ്സിൽ പോകും. ഞങ്ങളിവിടെയാണ് നേരെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടെത്തി. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു തിങ്കിങ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് അത് വരും. ചൈൽഡ്ഹുഡ് മെമ്മറീസ് മാത്രമല്ല, കോളേജ് ഡേയ്സ് കേട്ടോ. സോ ഈ വേലാണ് ഒരുപാട് ഇങ്ങനെ കാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടൊക്കെ ഉള്ള വേല്. ഞങ്ങൾ കോളേജ് വിട്ടിട്ടൊക്കെ ഈ വേലാണ് നടന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നടന്നു കൊണ്ടുവരണമെങ്കിൽ. ഉമ്മൊക്കെ വന്നിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിലെല്ലാം നിൽക്കുന്ന സമയമായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എന്തോ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്തോ ഒരു പേടിയാണ്, ഒരു ചെറിയ പേടിയാണ്. ഇപ്പൊക്കെ വെഹിക്കൽ അത് ഇതൊക്കെ ഉണ്ടോ, അന്ന് നമുക്കൊന്നുമില്ലാത്ത സമയമായിരുന്നു. ഒന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തന്നെ ടയർഡാവുന്നുണ്ട് കേട്ടോ. സോ ಇದೆಲ್ಲ ಇದು ಬ್ಲೂ ಮುಚ್ಚಿಟ್ಟು ಆ ಥರ ಸಿಲ್ಕ್. ಸೊ ಇದೊಂದು ಮುಚ್ಚಿಟ್ಟು ಸಿಲ್ಕಲ್ಲಿ ಮುಚ್ಚಿಟ್ಟು കുടിക്കുന്നത് ആർക്കും കാണാൻ പാടില്ല. ഷുഗർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉമ്മക്ക് ഭയങ്കര ദേഷ്യം വരുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ. കാരണം ഉമ്മക്ക് ഷുഗറൊന്നുമില്ല കേട്ടോ, ഡോക്ടർക്ക് മാത്രമാണ് ഷുഗർ ഉള്ളത്. എനിക്കും ഡോക്ടർക്ക് മാത്രമാണ്, ഉമ്മക്കില്ല. ഇതെന്താ പ്രശ്നം എന്താ അറിയോ, ഇതൊക്കെ ജ്യൂസ് കുടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല. കണ്ട എന്താ പറയുന്നത്, അനിയൻക്ക് അയച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന്. അനിയനാണ് ഇതിൻ്റെ റീസ്ട്രിക്ഷൻസ് ചെയ്യുന്നത്. കുടി അല്ലേ, മൊജിട്ട് ജ്യൂസ് കിട്ടതല്ലേ മൊയ്ട്ടോ, അങ്ങനത്തെ എന്തിനിട്ട് വന്നില്ല. നോക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. എന്ത് വേറെല്ലാം വീഡിയോ എടുക്കാൻ, ജ്യൂസ് കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല. എന്ത് ഷുഗർ, ഇന്നലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഷുഗർ ഉണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞാൽ എന്ത് പറയാ, ഡോക്ടർക്ക് പിരാന്താണെന്ന്.
ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? കുടിക്കുന്ന നോക്കും. അപ്പം ഞാനിത് ഷുഗർ കട്ട് ഓഫ് ചെയ്തതാണ്, ജിമ്മിൽ പോകുന്നുണ്ടല്ലോ. സോ ഇന്നൊന്ന് ദിവസം ഇതൊന്ന് കുടിക്കുകയാണ്. ഉമ്മാനെ പോലെ റെഗുലർ അല്ല കേട്ടോ, എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് മോജിറ്റോ ആണ് ഫൈറ്റ് ചെയ്യുന്നത്. ഡെയിലി വന്ന് കുടിക്കുന്നുണ്ട്, ഡെയിലി വന്ന്. അത് നീ കൂൾ ഡ്രിങ്ക്സിൻ്റെ ആളാണ്. കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒരു ദിവസം 714 ഷുഗർ ഏറിയിട്ട് ഹോസ്പിറ്റൽ കൂട്ടിപ്പോയത് ഞാനാണ്. അപ്പോൾ എൻ്റെ അനിയനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാക്കും. നീ എന്തിനാ, അതെന്തോ ഒരു സംസാരമുണ്ട്, ഫിത്തിനെ കൂട്ടിയത് എന്തിനാ, ഫിത്തിനെ കൂട്ടിയത്. എത്ര മണിക്കാണ് ഇവർ ചിലവല എന്ന് പറയുന്നത്? രാവിലെ 3 മണിക്ക് എണിക്കും. 3 മണിക്ക് എണിച്ചിട്ട് ചിലവല എന്ന് പറഞ്ഞ് ഞാൻ അനിയനക്ക് ഫിത്തിനെ കൂട്ടിയത്. പിന്നെ ഇങ്ങനെയൊക്കെ ഷുഗർ കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം പറയുമ്മ? ഷുഗർ നല്ലതാ ഫുഡ് ഹെൽത്തിന്. ചൊല്ലു ഇരിക്കുന്ന നോക്ക് കൊടിലെ ബില്ല് നോക്കൂ. ഇവിടെ എല്ലാം കുടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ബില്ല് കൊടുക്കാൻ പറയുന്നേ. എൻ്റെ അടുത്ത് ബില്ല് കൊടുപ്പിക്കാൻ പറയുന്നത്. കേട്ടാ വാക്ക് കേട്ടാ? ഫിത്തിന. ഞാൻ ഫിത്തിനാക്കുന്നത് നല്ലതല്ലേ പറയുന്നത്. എൻ്റെ അനിയനോട് ഉമ്മ ഷുഗർ കുടിച്ചോ, എന്താ ഉമ്മക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉമ്മ ഐസ്ക്രീം കഴിക്കാറുണ്ട്, ഉമ്മ ഡെയിലി പോയിട്ട് ജ്യൂസ് കഴിക്കാറുണ്ട് കുടിക്കാറുണ്ട്. ഇത് ചായക്ക് ഇപ്പം ലേറ്റാവുന്നില്ല എന്ന് ചോദിക്കുന്നു. ചായക്ക് മാത്രം ഷുഗർ ഇടാനില്ല, അത് മാത്രമാണ് ഷുഗർ ഇല്ലാതെ വിതൗട്ട് ഷുഗറിൽ കുടിക്കും. മറ്റേതൊക്കെ ഷുഗർ ഇട്ടിട്ടാണ്. ഡോക്ടർ പോയി എന്ന് പറഞ്ഞു. അവിടെ കയ്യിൽ വെച്ചിട്ടാ കുടിക്കുന്നില്ല, കണ്ട കയ്യിൽ വെച്ചിട്ടാ കുടിയില്ലേ എന്ത് കഴിഞ്ഞത് കണ്ട കുടിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാണ് സ്ട്രോബെറിനെ പറ്റി. ഇത് വീണ്ടും കണ്ട അത് പൊട്ടിച്ച് കുടിക്കുന്നേ കണ്ട. ഇതാണ് അവസ്ഥ. അനിയനോട് പറയേ ഞാൻ കുടിച്ചിട്ടില്ല, കുട്ടി അവൾ ഫിത്തിന കൂട്ടുന്നതാണെന്ന്. ഇങ്ങനെയല്ല എടുക്കാട് ഏറ്റവും ഇഷ്ടമുള്ളത് ചുപ്പാ ചുപ്സ്. ഇവിടെ ഒരു കാട്ട് പോലെ ആയിരുന്നു ഒരു നാടട്ടോ. അപ്പോൾ ഈ ഷോപ്പൊക്കെ ആയ ശേഷം ഉണ്ടല്ലേ ഉമ്മക്കുണ്ടല്ലോ ഈ വീട് വേണ്ട. ഉമ്മ അന്ന് എൻ്റെ കൂട്ടി വന്നതാണ് ഈ വീട് വിൽപ്പനക്ക്. എത്ര കിട്ടുമുള്ളത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഷോപ്പ് നോക്കിയത് ഉമ്മ പറഞ്ഞു ഞാൻ എൻ്റെ വീട് സെയിൽ ചെയ്യൂല, എനിക്ക് എൻ്റെ വീട് വേണം, എൻ്റെ വീട് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഉമ്മ ശരിയാക്കുന്നതാണ്. കണ്ട നമ്മൾ വീടൊക്കെ ഓക്കെയാണ് കേട്ടോ, പക്ഷെ റോഡുണ്ടല്ലോ ഇങ്ങനെ. ഇപ്പൊക്കെ നല്ല രസമാണ്. അന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കാട്ടായിരുന്നു. പിന്നെ പിന്നെ ലേഡീസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ രാത്രി ഈവനിങ് ടൈം ലേറ്റ് ആയാലൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ അവരെ ബാക്കിൽ പോയിട്ട് നിൽക്കാനോ കാത്തിരിക്കാനോ ഒന്നും പറ്റില്ല ഈ നാട്ടിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സിറ്റിയിൽ താമസിക്കുക. ഇപ്പോൾ ഞാൻ പണക്കാനുള്ളത് വീട്, സിറ്റിയിലേക്ക് താമസിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മളിപ്പോൾ സിറ്റിയിലുള്ളത്. അൽഹംദുലില്ലാ കുട്ടികൾക്ക് ദിവസമാണെങ്കിലും സ്കൂളിൽ പോകാനാണെങ്കിലും നല്ലൊരു ഹാപ്പിയാണ്. അങ്ങനെ ഇവിടെ ആണെങ്കിൽ നമ്മളിന്ന് ഇവിടെ ഈവനിങ് വന്നിട്ട് ഇങ്ങനെ നിൽക്കാനോ അവരെ വെയിറ്റ് ചെയ്യാനോ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മളും ഇവിടെ ഡിഗ്രി വരെ പഠിച്ചത്, ഗ്രാജുവേറ്റ് വരെ ചെയ്തത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. അത്ര ഈസി ഒന്നല്ല ഇവിടെ നിന്ന് സ്റ്റഡി ചെയ്യുന്നത്. സോ ആ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് വണ്ടി ഇല്ലായിരുന്നു, ഒന്നുമില്ല, ബസ്സിൽ തന്നെ പോകണം, ഇവിടെ നിന്ന് നടന്നു വരണം. ആ സമയത്തൊന്നും ഇവിടെ വീടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വീടൊക്കെ വന്നു, വീടായി, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരു കാണാൻ തന്നെ നല്ല രസമുള്ളൊരു പ്ലേസാണ്. ഈ വീടൊക്കെ ഇപ്പോൾ പുതിയതായിട്ടായതാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് സിറ്റിയിലേക്ക് ഷിഫ്റ്റായിട്ട് 2-3-4 years ആയി. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഇപ്പോൾ തോന്നുന്നു ഇവിടെയാണ് വണ്ടി ട്രാവൽ ചെയ്യാൻ. ഇപ്പം ഞാൻ സിറ്റിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വന്നല്ലോ, ബ്രദർ വണ്ടിയൊക്കെ വാങ്ങിയല്ലോ പുതിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോ ഇത്തിരി വണ്ടിയൊക്കെ ട്രാവൽ ചെയ്യാനോ അല്ല ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് ഇവിടെയാണ് ഈസി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നല്ല റോഡുണ്ടോ, എന്നും ഫ്രീ ആണ് റോഡ്. ഈവനിങ് ടൈം റഷ് ഉണ്ടാവും. അയ്യോ, ഞാൻ സത്യമായിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. പക്ഷേ നിങ്ങളോട് സംസാരിച്ചിട്ട് എനിക്ക് നടന്നതറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാനിന്ന്
ഞാനിന്ന് വീടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വീട് കാണിക്കാത്തത് അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇപ്പോൾ കാണിക്കേണ്ട, വീടൊക്കെ ഒന്ന് സെറ്റാവട്ടെ, അതിനുശേഷം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ ആവട്ടെ എന്ന്. ഞാൻ ഉമ്മാൻ്റെ ഡിസ്റ്റൻസ് കണ്ടില്ലേ എത്ര ഉണ്ടെന്നുള്ളത്, ഒരുപാട് ലോങ് ആണ്, കണ്ടില്ലേ. ഉമ്മ സ്ലോ ആണ് നടക്കുന്നത്. മുമ്പൊക്കെ PT ഉഷായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര സ്ലോ ആണ്. അതിലാണ് ഉമ്മനെ ഞാൻ ജിമ്മ് കൊണ്ടുപോയിട്ട് കുറച്ച് ഉഷാറാക്കണം എന്നുള്ള വാശി. പക്ഷേ ഞാൻ കൂട്ടി പോകുന്നത് മാത്രമാണ്, ഉമ്മാൻ്റെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയനാണ് കേട്ടോ. അവൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഞാനും ഉമ്മ രണ്ടാളും ജിമ്മിലേക്ക് പോകുന്നത്. അയ്യോ സത്യം ഞാൻ ടയർഡായിട്ടോ. ചെയ്യുന്നത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ വലിയ ടാങ്കാണ് കേട്ടോ. കണ്ടില്ലേ, വലിയ ടാങ്കിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അതിൻ്റെ തൊട്ടടുത്ത് അങ്കണവാടി ഉണ്ടായിരുന്നു, കണ്ടില്ലേ. സത്യം ടയർഡാണ്. ഞാൻ ഒരു ദിവസം പോലും അങ്കണവാടിയിൽ കയറിയിട്ടില്ല. തൊട്ടടുത്തൊരു ബാലവാടി അങ്കണവാടിയാണ്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ ടാങ്കാണ് കേട്ടോ. ഇതാണ് എന്തെങ്കിലും ഓർഡർ ചെയ്താലൊക്കെ നമ്മളെ മെയിൻ അഡ്രസ്സിൻ്റെ ഹൈലൈറ്റ്. കണ്ടില്ലേ, നമ്മൾ വീടെത്തി. വീടെത്തിയ ശേഷമുള്ള ചെറിയ ചെറിയ പാട്ട് വീഡിയോ ഇടുമായിരിക്കും. എത്തിയ ശേഷമുള്ള അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ മുമ്പായി വരുന്നതായിരിക്കും. അതുവരെ ബൈ. പെയിൻറ്റിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. പെയിൻറ്റിൻ്റെ ഷോപ്പ് വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ്. സോ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നോക്കണം കേട്ടോ. ഉമ്മാൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നോക്കൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ അറിയോ, കുട്ടികൾ വലുതായ ശേഷം നമ്മൾ കുട്ടികളെ കൂടി സന്തോഷമായി ജീവിക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹം ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. എനിക്ക് ഉമ്മാൻ്റെ വീട് തന്നെ ഉമ്മക്ക് വേണം, കുട്ടികളെ കൂടെ നിൽക്കൂല എന്ന്. അങ്ങനെ വാശി പിടിച്ചിട്ട് ഇപ്പോൾ വീടൊക്കെ ശരിയാക്കുന്നതാണ്. ഉമ്മാനെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽപ്പിക്കാൻ വേണ്ടി ഞാനൊരൊറ്റ പാട് പെട്ടതുണ്ടല്ലോ. അത് ഉമ്മാൻ്റെ വാശി ഉമ്മ വിട്ടു കൊടുക്കുന്നില്ല. നോക്കിപ്പം ഉമ്മ പോണമ്മ ഔത്തുക ആകെ വേണ കേൾക്കുന്നുണ്ട്. അതെന്താ നിൽക്കുക, ഉമ്മാക്ക് ഇരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇരിക്കുന്നത് വീട്ടിൽ തന്നെയല്ലേ. ആ സ്വന്തം വീട് വേണമെന്ന്. സ്വന്തം വീട് ചെറുതാണെങ്കിൽ പ്രശ്നമില്ല, എനിക്ക് സ്വന്തം വീട്ടിൽ സമാധാനം വേണമെന്ന്. പണക്കുള്ള വീട് വേണ്ടെന്ന് ലീസുക. സ്വന്തം വീട് കെട്ടിയ ശേഷം വിളിക്കും ഞാൻ വരാമെന്ന് പറഞ്ഞ് വാശി വയ്ക്കുന്നു. അപ്പോൾ ഇനി സ്വന്തം വീട് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ചിരിക്കുന്നുണ്ട്. അങ്ങനെ പെയിൻ്റൊക്കെ ചൂസ് ചെയ്തേട്ടോ. എന്താ ഉമ്മാൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്ര, ഉമ്മ മരിക്കുന്ന മുമ്പായിട്ട്. അങ്ങനെ പറയണ്ട, ഒരു വീട് ഉമ്മാൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഒരു രസമായിട്ട് ഇരിക്കണം എന്നുള്ളത് നല്ല നീയത്താണ്. പക്ഷെ മരിക്കുന്ന സംസാരം എന്തിനല്ല. ഇപ്പോൾ എല്ലാവരും മരിക്കാനുണ്ട്, നീ മാത്രമല്ല ഞാനും മരിക്കാനുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാൻ മരിച്ചാൽ എന്താക്കും. ഇപ്പോൾ വീട് നന്നാക്കുന്ന സമയത്താണ് മരിക്കുന്ന കാര്യം സംസാരിക്കുന്നത്. എല്ലാ കുട്ടികളും വന്ന് എനിക്ക് എൻ്റെ ഉമ്മക്കൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മക്കൊരു സന്തോഷമാണ് അത്ര. അത് നന്നാക്കുന്നത്. പുതിയ വീട് വാങ്ങുന്നു. നല്ല പൈസ ഉണ്ടെന്ന് എല്ലാം വെച്ച് എടുത്ത് ഇപ്പം എല്ലാം ചിലവാക്കുന്നു. എന്ത് ചോദിച്ചാലും ഇല്ല, പൈസ ഇല്ല എന്ന് പറയും. പിടിച്ചേക്കാം. ഉമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇത് ആർക്കാണ് അയക്കാൻ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്? ഉമ്മക്ക് അറിയില്ലല്ലോ ലോഗ് എടുക്കുന്നതല്ല. ഇതൊക്കെ ആർക്ക് അയക്കാൻ വേണ്ടിയാണ് എടുക്കുന്നതെന്ന്. ഉമ്മ ഒരു 500 രൂപ താലമ്മ കേട്ട ഉമ്മ ഞങ്ങൾ മക്കൾക്കെല്ലാം ഷവർമ ഇതെല്ലാം എടുത്ത് പോവാം. അതായത് ഇന്നലെ കൊണ്ടുവന്നത്. ഉമ്മ നക്കൊരു 2000 രൂപ താവുമ്മ ഡ്രസ്സ് എടുക്കാം.
ഇത് തരുന്നില്ല, 5 പൈസ തരുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ കേൾക്കില്ല, 5 പൈസ തരൂല എനിക്ക്. പാവ എൻ്റെ അനിയനാണ് തരുന്നത്. ഉമ്മ 5 പൈസ തരുന്നില്ല. പെട്രോൾ വരെ, വണ്ടി പെട്രോൾ വരെ ഞാൻ തന്നെ വയ്ക്കണം. ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. കണ്ടില്ലേ, ബസ് സ്റ്റാൻഡായിട്ട് വന്നത്. സോ കണ്ടില്ലേ, ശീലമില്ല. 3 മണിക്ക് എനിക്ക് ഇന്ന് പിരിപിരിയാക്കുന്നു. ഇവ പറയുമ്പോൾ മുഖത്തിൽ കൈ വയ്ക്കുന്നു. 4 പിരിപ്പിരി, 4 പിരിപ്പിരി. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ടോപ്പിക്ക് അനിയനക്ക് ഫിത്തിന അനിയനക്ക്. നാളത്തെ ടോപ്പിക് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ രാവിലെ 3 മണിക്ക് എനിക്ക് ഒന്ന് വർക്കില്ലേ, മനുഷ്യല്ലേ, ജിന്നല്ലല്ലോ. 3 മണിക്ക് എനിക്കിന്ന് 6 മണി വരെ പിരി കൂട്ടാം. 6 മണിന്ന് 10 മണി വരെ വരുന്നു. വാപ്പാൻ്റെ വീഡിയോ നിപ്പിച്ചു. ഇന്ന് മോളിലെ വീഡിയോ നിപ്പിക്കാണ് 2 ദിവസം കാക്കുന്നത്ര, വെയിറ്റ് ആക്കുന്നത്ര. വാപ്പാൻ്റെ മോലല്ലേ, അപ്പം എന്തായാലും ഉണ്ടാവുമല്ലോ വാപ്പാൻ്റെ സ്വഭാവം. കുറച്ച് എല്ലാം ഇല്ല, 10% വീഡിയോ എടുക്കുന്ന സ്വഭാവം മാത്രം. എന്ത് വേണ്ട, നാളെ ജിമ്മ് പോകുന്നുണ്ട്. നാളെ ജിമ്മ് കാർ ക്ലാസ്സിലെല്ലാം പോകണം. 4 മുതൽ നമ്മൾ ബിസിയാണ് ഗൈസ്. 4 മുതൽ ഞങ്ങളും ബിസിയാണ് ഫുള്ള്. ഇന്ന് 1 മന്തായി നമ്മൾ വർക്കൗട്ട് ഒന്നും പോവാതെ, ഫുൾ പോവാറ് ഇതന്നെ ആയി തിരക്ക്. സോ അപ്പോൾ ഇന്നൊന്നെല്ലാം ഫൈനലൈസ് ചെയ്യണം. ഉമ്മക്കാണെങ്കിൽ ഇനി വർക്കുണ്ട്, പക്ഷെ എനിക്ക് 4 മുതൽ എൻ്റെ വർക്കൗട്ട് വ്ലോഗ് എടുക്കുക, അപ്ലോഡ് ചെയ്യാം. പൈനാപ്പിൾ ജ്യൂസ് ടൈമില്ല, 3 മണിക്ക് പോകണം. കേട്ടോ, കാരണം പെട്ടെന്നാണ് വീട്ടിലേക്ക് വന്നത്. അവിടെ ഫുഡൊന്നും കഴിച്ചില്ല, പാർസലാണ് കൊണ്ടുവന്നത്. കുട്ടികൾ വരാനായല്ലോ. ജസ്റ്റ് ഇവിടെ 4 o'clock റീച്ചായി. കുട്ടികളെ ബസ് വരുന്നവരെ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടി വരാൻ എൻ്റെ കണ്ട് കഷ്ടം തന്നെ. തന്നെ എങ്ങനെ പറ്റൂ, ബുദ്ധിമുട്ട് കഴിക്കാം. ഓ ഉമ്മച്ചി കഴിത്തന്നെ. എന്തായി ടയർഡായാ? പിന്നെന്താ? ആണോ? യൂണിഫോം ആട്ടോ. അതെന്ത് മൈക്ക്? നീ എന്ത് സംസാരിക്കുന്നത് കേൾക്കണ്ടേ? മൈക്ക് ഫുഡ് വേണ്ട. ഫുഡ് എന്ത് ഫുഡ് വേണം? അങ്ങനെ ഇവർക്ക് ടൊമാറ്റോ വന്ന ഉടാൻ അവർ ബനാന കഴിച്ചു. ലിച്ച വാങ്ങാം. ഹാപ്പിയാണോ? ഗ്രാൻഡ് വാങ്ങിക്കൊണ്ടുവന്നതാ. രാവിലെ. അപ്പൊ ഇവർ രണ്ടെല്ലാം ഫ്രൈഡ് റൈസ് കഴിക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇവിടെ എന്താക്കുന്ന ഇഷ്യൂ ಕಾಫಿ ಹಾಕೋಣ. ಓಕೆ, ನಾಳೆ ವಾಂಗಟ. ಇಶು ಟ್ರಿಪ್ಪಿಗೆ ಏದು ಡ್ರೆಸ್ ആണ് പറഞ്ഞത്? മെസ്സേജിൽ നോക്കണ. ബ്ലാക്ക് പാന്റ് ആൻഡ് വൈറ്റ് ടീ-ഷർട്ട്. അത് ജീൻസ് പാന്റ് അല്ലേ, ഇത് ട്രാക്ക് പാന്റ് പറഞ്ഞത്. അതെ. മൊയ്സ്, നീ ആരോടെ ട്രിപ്പ് പോകാൻ പൈസ ചോദിക്കും? മൊയ്സ് ആരോടെ പൈസ ചോദിക്കും ട്രിപ്പ് പോവാണ്? ട്രിപ്പ് പോകണം മൊയ്സുക്ക്?
അത് ഉമ്മാന്റെ കാറിൽ കറങ്ങണോ? ഉമ്മാന്റെ കാറിൽ കറങ്ങിയാ മതിയാ? പറയൂ എന്താ പറയാനുള്ളത്? എത്ര പൈസ കൊടുത്തല്ലോ? എത്ര? 1500. അതാര് കൊടുത്തു? സൗദ ഇബ്ബു കാക്ക നിന്നെ ട്രിപ്പ് പോയിരുന്നത്. പിന്നെ വ്യൂവേഴ്സിന് കൊണ്ടാവില്ല. ഇബ്ബു കാക്ക മീൻസ് ഉമ്മച്ചിന്റെ ബ്രദർ. ഇബ്ബു കാക്ക മീൻസ് സൗദാസ് ബ്രദർ. ഇതിന്റെ ഗൈസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാലിത്ത് മാറ് എന്ന് പറഞ്ഞാ ഹോർലിക്സ് മാർ പറയുമ്പോ ഒരു ആൾക്കാർ ഡെയിലി ഹോർലിക്സ് കൊടുക്കണേ. അതിന് ഹോർലിക്സ് മാറുന്ന നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫോളോവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസിനോട് വലിയ കുട്ടിയൊന്നല്ല കേട്ടോ, ചെറിയ കുട്ടിയാണ്. കാണുന്നതാണ് വീഡിയോ. അങ്ങനെ LKG ബേബിയാ, ഇത് ബേബിയാണ് കാണുന്നതാണ് കേട്ടോ. വലിയ കുട്ടി പോലെ. മൊയ്ജി ബേബിയാണോ വലിയ ആളാണോ ആൾക്കാരാണോ? വലിയ ആൾക്കാരാണോ? എന്നാ ബൈ വലിയ ആൾക്കാരോട് ബൈ. അങ്ങനെ മൊയ്ജി പറയും. ഫുഡ് അങ്ങനെ ഉണ്ട് മൊയ്സ്? ഓക്കെ ബൈ പറയും. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ എൻഡ് ചെയ്യുന്ന നെക്സ്റ്റ് വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.